ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി സൈബർ പോലീസ് സ്റ്റേഷന്റെ സബ് ഇൻസ്പെക്ടറും ഇതിന്റെ എക്സ്പെർട്ട് കൂടിയായ ശ്രീ അനിൽകുമാർ സാറിനെ ഈ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളു. ആദരണീയനായ അധ്യക്ഷൻ കളക്കാവ് സബ് ഇൻസ്പെക്ടർ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം റൂറൽ സൈബർ പോലീസ് സ്റ്റേഷനിലെ SHO ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ നോഡൽ ഓഫീസർ സബ് ഇൻസ്പെക്ടർ ശ്രീകുമാർ സാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ വളരെ കർമ്മയോഗിയായ വളരെ സ്മാർട്ടായ കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ പ്രസാദ് സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷകർത്താക്കളെ, മറ്റു വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, എന്റെ പേര് അനിൽകുമാർ. ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ സെല്ലിലെ സബ് ഇൻസ്പെക്ടറാണ്. എനിക്ക് ക്ലാസ് എടുക്കാൻ പറഞ്ഞ വിഷയം സൈബർ ലോകവും അതിലെ ചതിക്കുഴിയുമാണ്. ഏകദേശം 1 മണിക്കൂർ കുറിച്ച് വളരെ മോശമായി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ദേവപുത്രം കേൾപ്പിക്കരുത്. പിന്നെ ഞാൻ പറഞ്ഞു, ഞാനും നിങ്ങളും ഇതിവിടെ ജീവിക്കുന്നത് സൈബർ ലോകത്താണ്. സൈബർ ലോകം എന്ന് പറഞ്ഞാൽ നെറികേടിന്റെ, നീതി നിഷേധത്തിന്റെ, വഞ്ചനയുടെ, ഭീഷണിയുടെ ലോകമാണ്. ഞാൻ അതാണ് പറഞ്ഞത്, ദേവപുത്രം ഏൽപ്പിക്കരുത്. ഈ സമയം വരെ നിങ്ങൾ നന്നായി കളിച്ച് ജീവിച്ച് വന്ന ഒരു മേഖലയെക്കുറിച്ച് ഒരാൾ വന്ന് വളരെ മോശമായി പറയുമ്പോൾ വിഷമം തോന്നും, സ്വാഭാവികം. സൈബർ ലോകത്ത് ഒത്തുചേരലുകളില്ല. ഒത്തുചേരലുകൾ എന്ന് പറഞ്ഞാൽ മുതിർന്നവർ, കുഞ്ഞുകുട്ടികൾ, രക്ഷകർത്താക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ ഒരുമിച്ചിരുന്ന് അതിന് വിഭിന്നമായി ഇപ്പോൾ ഇവിടെ പല പ്രായഭേദമന്യേ പല പ്രായത്തിലുള്ള കുഞ്ഞുകുട്ടികളും കൗമാരപ്രായക്കാരും മുതിർന്നവരും രക്ഷകർത്താക്കളും എല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന ഒരു വേദിയായി സംഘടിപ്പിച്ച കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർ ശ്രീ പ്രസാദ് സാറിനെ ഒരു നല്ല അടിയോടുകൂടി നമുക്ക് അഭിനന്ദിക്കാം. ഒരുമിച്ചിരിക്കാറില്ല, എല്ലാവർക്കും അവരവരായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഞാൻ പറഞ്ഞു, സൈബർ ലോകത്ത് ഒത്തുചേരലുകളില്ല, അതേപോലെ തന്നെ പൊതു ഇടങ്ങളില്ല. പൊതു ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളും ബന്ധുമിത്രാദികളും ഒരുമിച്ചിരുന്ന് സമ്പാദിക്കുന്ന, ആശയവിനിമയം നടത്തുന്ന പൊതുവായ സ്ഥലത്തെയാണ് പൊതു ഇടങ്ങളെന്ന് പറയുന്നത്. 10-25 വർഷങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് കുഞ്ഞുമക്കൾക്ക് അറിയുന്നതോടായിരിക്കും ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കറിയാം, ഒരു വീടിന്റെ വരാന്തയിൽ ഒരു ലാൻഡ് ഫോൺ കാണും. ലാൻഡ് ഫോണിൽ ബെല്ലടിക്കും. ഒരു കുഞ്ഞുകുട്ടി ഓടി വന്ന് ആ ബെല്ല് റിസീവർ കയ്യിലെടുക്കുമ്പോ യഥാർത്ഥത്തിൽ കാൾ വന്നത് ആ വീട്ടിലെ മുതിർന്ന വ്യക്തിക്കായിരിക്കും. ആ കുഞ്ഞുകുട്ടിയോട് കാര്യം പറഞ്ഞ കുശലങ്ങൾ അന്വേഷിച്ച് അടുത്ത കുട്ടി വന്ന് കൈമാറി യഥാർത്ഥ ആളിലേക്ക് എത്തുമ്പോ അവിടെ ഒരു സ്നേഹത്തിന്റെ, സന്തോഷത്തിന്റെ ബന്ധം ഉടലെടുത്തു, പരസ്പര ധാരണ ഉടലെടുത്തു. ഇന്ന് നോക്കൂ, ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും 5 മൊബൈൽ ഫോൺ. അച്ഛൻ ആരെ വിളിക്കുന്നെന്ന് അമ്മയ്ക്കറിയില്ല, അമ്മ ആരെ വിളിക്കണമെന്ന് അച്ഛനറിയില്ല, അച്ഛനും അമ്മയും ആരെ വിളിക്കണമെന്ന് മക്കൾക്കറിയില്ല, മക്കൾ ആരെ വിളിക്കണമെന്ന് അച്ഛനും അമ്മയ്ക്ക് അറിയില്ല. കാൾ വരുമ്പോ വളരെ ഒരു ഉപ്രാളമാണ്. ഓടി ആരെങ്കിലും കണ്ടോ എന്ന് നോക്കിയിട്ട് മാറി സ്വകാര്യ മേഖലയിൽ പോയി എന്ത് ചെയ്യുന്നു? അവരെ ആശയവിനിമയം നടത്തുന്നു. അപ്പോ ഈ അടുത്ത കാലത്ത് വളരെ ഞെട്ടിക്കുന്ന 2 കണക്കുകൾ നമ്മുടെ പൊതുമണ്ഡലത്തിൽ വന്നു. ഓരോ 5 മിനിറ്റിലും ഒരു കുട്ടി നമ്മുടെ മുന്നിൽ നിന്ന് കാണാതാകുന്നു. അതായത് 5 മിനിറ്റ് ആവുമ്പോൾ ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി ഒളിച്ചോടുന്നു. 1.5 മണിക്കൂറിനകത്ത് ഒരു പ്രായമാകാത്ത ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുന്നു. ഞാനുണ്ടാക്കിയതോ ഇരിക്കുന്ന സാറുമാരുണ്ടാക്കിയോ കണക്കല്ല. ഇന്ത്യയിലെ കണക്കാണ്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ ഞെട്ടിക്കുന്ന ഏറ്റവും വലിയ ഭീകരമായ ഒരു കണക്കാണ് പുറത്തു വന്നത്. ഇതെന്താണ് എന്ന് നാം മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയുടെ അതിശക്തമായ കടന്നുകയറ്റം, നേരും നെറിയുമില്ലാത്ത കടന്നുകയറ്റം, അതിൽ സമ്പാദിച്ച് അതിൽ സമയം കണ്ടെത്തി കുടുംബം ഛിന്ന ഭിന്നമാകുന്ന കണക്കുകൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു. സാറ് ഒരുപാട് കൈകാര്യം ചെയ്യുന്നതാണ്, പലതും പുറത്തു വരുന്നില്ല. നേരും നെറിയുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ചങ്ങാതം ചെയ്ത് കുട്ടികളെയും കുടുംബത്തെയും വിട്ടുപോകുന്നവരുടെ കണക്കിൽ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ഇങ്ങനെ തകർന്നവർക്ക്
ധാരാളം അനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെങ്കിലും അതൊന്നും നാം മൈൻഡ് ചെയ്യുന്നില്ല. 2021 നമ്മുടെ അടുത്ത ജില്ലയായ കൊല്ലം ജില്ലയിലെ കല്ലുവാതുക്കൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രിൻസിപ്പലിന്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു കൊച്ചു സ്ഥലത്ത് ദിവസങ്ങൾ പ്രായമുള്ള ഒരു നവജാത ശിശുവിന്റെ മൃതശരീരം ചവറ്റുകൂനിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. പോലീസ് എത്തി ആ കുഞ്ഞിനെ ശാസ്ത്രീയ പരിശോധനയോടുകൂടി അതിന്റെ മാതാവിലേക്ക് എത്തി. മാതാവിനെ ചോദ്യം ചെയ്ത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് അന്വേഷണം നീണ്ടു. സ്ഥിരമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ചാറ്റ് ചെയ്ത ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വിലാസക്കാരനെ സൈബർ പോലീസിന്റെ അന്വേഷണത്തോടെ ചോദ്യം ചെയ്തപ്പോ ഈ സ്ത്രീയുമായി ചാറ്റ് ചെയ്ത കാര്യം അയാൾ അറിഞ്ഞിട്ടില്ല. അയാളുടെ ഫോട്ടോയും അയാളുടെ പ്രൊഫൈൽ പേരും ഒക്കെ വെച്ചാണ് ചാറ്റ് ചെയ്തത്. അപ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്ത ഒരു സോഷ്യൽ മീഡിയ കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി സ്വന്തം ഭർത്താവിൽ നിന്നും ഗർഭം ധരിച്ച് ഭർത്താവ് അറിയാതെ, നാട്ടുകാരറിയാതെ പ്രസവിച്ച് കാമുകനോട് ജീവിക്കാൻ തടസ്സം നിൽക്കുമെന്നും ഉള്ള ഒരൊറ്റ ധാരണയിലാക്കുന്നതിനെ കൊന്ന് കളറ്റുകൂടി ഉപേക്ഷിച്ചു. സൈബർ പോലീസ് IP വിലാസം തിരിച്ചറിഞ്ഞ് 2 സ്ത്രീകളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ച് അവരെ പറഞ്ഞു വിട്ടു. അടുത്ത കൂടുതൽ അന്വേഷണത്തിലേക്ക് വേണ്ടിവരും എന്ന് പറഞ്ഞു വിട്ടപ്പോ പോകുന്ന വഴിയിൽ അവർ എന്ത് ചെയ്തു? ആറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ ദിവസം കാണുന്ന ആൾക്കാരാണ്. നമ്മൾ നേരിട്ട് കാണാത്ത, തൊട്ടറിയാത്ത, കേട്ടറിയാത്ത, കാണാത്ത ഒരു അജ്ഞാത കാമുകനോടൊപ്പം ജീവിക്കാൻ ഒരു സ്വന്തം രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞിനെ കൊന്നുപേക്ഷിച്ചു. ഒരു 3 വയസ്സ് കൊല്ലം ജില്ലയിലെ തെക്കേ അറ്റമായ പാറശാല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ നേരത്തെ പറഞ്ഞു, നമ്മുടെ പ്രിൻസിപ്പൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ മൊബൈൽ ഈ മേഖല കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ ജീവിതത്തെ ആകമാനം സ്തംഭിപ്പിച്ചപ്പോ നമ്മുടെ പഠനവും മറ്റും എല്ലാം ഉണർവ് നൽകിയ ഈ മൊബൈൽ ഫോണും സൈബർ മേഖല ആണെങ്കിൽ അങ്ങനെ 2018 പാറശാല പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ വളരെ പാവപ്പെട്ട, സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അമ്മ 2-3 വീടിൽ ജോലി ചെയ്ത് നിത്യവൃത്തിയാണ്. അച്ഛൻ കിടപ്പ് രോഗി, വേറൊരു കുഞ്ഞ് അനിയത്തിയുണ്ട്. ആകെ കൂടെ വരുമാനം അമ്മയുടെ ഈ വീടുകളിൽ ജോലി ചെയ്യുന്ന വരുമാനമാണ്. ഈ കോവിഡ് സ്തംഭിപ്പിച്ചപ്പോ നന്നായി പഠിക്കുന്ന, +2 നന്നായി പഠിച്ച് 10ാം ക്ലാസ് നന്നായി മാർക്ക് വാങ്ങിച്ച് +2 നന്നായി പഠിക്കുന്ന കുട്ടിക്ക് ഒരു മൊബൈൽ ഫോണിന്റെ സേവനം അത്യാവശ്യം വന്നപ്പോ അമ്മ ഒരു വീട്ടിൽ നിന്ന് 2ാമത്തെ ഒരു ഫോൺ, ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങി കൊടുത്തു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സ്വാഭാവികമായി എല്ലാവരും സമ്പാദിക്കുന്നത് പോലെ ആ കുട്ടി സോഷ്യൽ മീഡിയ അക്കൗണ്ട് എടുത്തു. എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവ് അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇൻസ്റ്റാഗ്രാമില് ഒരു വനിതാ ഫ്രണ്ടിന്റെ റിക്വസ്റ്റ് വരികയും ആ ഫ്രണ്ടുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ദൃഢമായി ആഴ്ചകളും മാസങ്ങളോളം ഇങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോയി. ഈ കുട്ടിക്ക് ഒരു സിനിമാ നടിയുടെ പഴയ രൂപസാദൃശ്യമുണ്ടെന്ന് വരെ ഒക്കെ പറഞ്ഞ് അവരുടെ സൗഹൃദത്തിന്റെ ദൃഢത നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടുപോയി. ഈ സോഷ്യൽ മീഡിയയിലോടൊപ്പം ആ കുട്ടി പോയെങ്കിലും പഠനത്തിലും പഠനേതര മറ്റു വിഷയങ്ങളിലും വീട്ടിൽ അമ്മയെ സഹായിക്കാനും അനിയത്തെ സംരക്ഷിക്കാനും അച്ഛന്റെ രോഗത്തിൽ പരിശീലിക്കാനും ഒക്കെ ഈ കുട്ടി വളരെ മിടുക്കിയായിരുന്നു. വീട്ടിന്റെ അവസ്ഥ കണ്ട് പഠനവും മറ്റുമെല്ലാം ഒരുപോലെ കൊണ്ടുപോകും. അങ്ങനെ മാസങ്ങളോളം കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ കോളിൽ ഈ കുട്ടിയെ ഈ വനിതാ സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പ്രൈവറ്റ് ഫോട്ടോ അയച്ചു തരണം എന്ന് പറഞ്ഞു. ഈ കുട്ടി പെട്ടെന്ന് സ്തംഭിച്ചു പോയി. അത് നിഷേധിച്ചു. ഭീഷണിയായി, ദേഷ്യമായി ഈ കുട്ടിയുടെ കോണ്ടാക്ട്സിലുള്ള അമ്മയുടെ, അനിയത്തിയുടെ, ബന്ധുക്കളുടെ ഒക്കെ മോർഫ്ഡ് ചിത്രങ്ങൾ ഒരു ഡോസായിട്ട് ഈ കുട്ടിക്ക് അയച്ചു കൊടുത്തിട്ട് ഇത് പ്രചരിപ്പിക്കും, എനിക്ക് അയച്ചു തരണം എന്നായി. കുട്ടി സ്തംഭയായി, വളരെ വിഷമിച്ച് ഡിപ്രസ്ഡായി സ്കൂളിൽ വന്നിരുന്നപ്പോ നിങ്ങളുടെ അധ്യാപികമാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത് പോലെ ഈ കുട്ടി ഒരു അധ്യാപികയുടെ നോട്ടത്തിൽ കിട്ടി, ശ്രദ്ധയിൽപ്പെട്ടു. ഈ കുട്ടിയെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വിശദമായി ചോദ്യം സംസാരിച്ചപ്പോഴാണ് ഈ കുട്ടി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഈ കുട്ടിയുമായി തിരുവനന്തപുരം റൂറൽ സൈബർ സെല്ലിൽ വന്നു.
നമ്മുടേതായിരിക്കുന്ന ഷാജിദാസും ഞാനും ഒക്കെ ആ കുട്ടിയുടെ അക്കൗണ്ടുകളും എല്ലാം പരിശോധിച്ചപ്പോൾ ആഴ്ചകളോളം വളരെ ദൃഢമായി മനസ്സിന് സന്തോഷം തന്ന ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്ത ഒരു വനിതാ സുഹൃത്ത് 50 വയസ്സ് പ്രായമുള്ള പുരുഷനായിരുന്നു. അയാള് കോട്ടയം ജില്ലയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി അയാൾ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ പോയപ്പോ ഇമാതിരി കുറ്റകൃത്യം ചെയ്ത ഒരു ധാരാളം കുട്ടികളുടെയും സ്ത്രീകളുടെയും ഇതേപോലത്തെ നഗ്ന വീഡിയോകളും പ്രൈവറ്റ് ഫോട്ടോസുകളും ഒക്കെ ഒരുപാടുണ്ട്. പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്ത് പത്രത്തിൽ ഫോട്ടോയും പേരും ഒക്കെ വന്നപ്പോൾ കുറച്ചു പേര് എന്ത് ചെയ്തു, ഈ വിഷയങ്ങൾ ഞങ്ങളും ഇതേപോലെ പറ്റിയെന്ന് പറഞ്ഞ് പുറത്തു വന്നു. ഒരുപാട് പേര് പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പോ ഇതാണ് നമ്മുടെ ആ കുട്ടിക്ക് നമുക്ക് കൗൺസിലിംഗ് എടുത്തു, പുതിയ ലൈഫിലേക്ക് പോയി. നമുക്കതൊന്നും പ്രശ്നമല്ല. അതായത് നമ്മൾ അറിയപ്പെടാത്ത ചെയ്യുന്ന ഓരോ വിഷയങ്ങളിൽ നമ്മൾ ചിലപ്പോൾ കൗമാരപ്രായക്കാരാണ്. നിങ്ങളുടെ വിഷയമാണ് 2 വിഷയങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞു വെച്ചത്. ഈ സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിലേക്ക് വേണ്ടി സൈബർ നിയമങ്ങൾ നിലവിൽ വന്നു. 2000-ൽ സൈബർ നിയമം IT ആക്ട് നിലവിൽ വന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്നു. ചെയ്യുന്ന ഓരോ കുറ്റങ്ങൾക്കും ഏറ്റവും കുറഞ്ഞ സൈബർ കുറ്റത്തിലെ ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും 3 വർഷം തടവുമാണ്. ഏറ്റവും കൂടിയ ശിക്ഷ എന്ന് പറയുന്നത് 1 കോടി രൂപയും ജീവപര്യന്തം തടവുമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന, കാതുകൊണ്ട് കേൾക്കുന്ന, നമ്മൾ തൊട്ടറിയുന്ന മെസ്സേജുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, പ്രചരിപ്പിക്കാവൂ, നമ്മൾ വിശ്വസിക്കാവൂ. അല്ലാതെ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ഞാൻ ഈ പറയുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിലേക്ക് വന്ന് പെടും. അപ്പോ നമുക്കറിയാം, ഈ നമ്മുടെ മാന്യമായ മെസ്സേജുകൾ, ട്രോളുകൾ, വീഡിയോകൾ മാത്രമേ നാം എന്ത് ചെയ്യാവൂ, പ്രചരിപ്പിക്കാവൂ, നമ്മൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കാവൂ. അപ്പോൾ മാന്യമായ മെസ്സേജുകൾ എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും അടുത്ത വീടുകളിലുള്ള അശ്ലീല വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതിനുള്ള ഒരു രഹസ്യ കോളുമായി ബന്ധപ്പെട്ടാണ് ഈ 15 വീട്ടിൽ നിന്ന് പോയതും. അത് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്തു. ആ പയ്യന്റെ ഫോൺ നമ്മൾ പരിശോധിച്ചപ്പോഴാണ് ഒരു അശ്ലീല വാട്സപ്പ് ഗ്രൂപ്പിലെ മെമ്പറാണ് ഈ 15 വയസ്സുകാരൻ. അവന് അതിന്റെ ചിത്രങ്ങൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ അവനെ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. അങ്ങനെ 15 വയസ്സുകാരന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോ അവന് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അവന് ആഹാരം വേണമെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കാം. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ ഡോപാമിൻ എന്ന് പറയുന്ന സന്തോഷത്തിന്റെ ഹോർമോണുകൾ ത്രസിപ്പിച്ച് നിൽക്കുന്ന കാലം. അവന്റെ ആ ലഹരി എന്ന് പറയുന്നത് അശ്ലീല വീഡിയോ കാണുന്നതും പ്രചരിപ്പിക്കുന്നതുമായി നിൽക്കുന്ന അവന്റെ ആ ഫ്രീ ഫോണിൽ വിളക്കിലുണ്ടാകുന്ന മാറ്റം, അതാണ് അവനെ ആ രീതിയിലേക്ക് മാറ്റിയത്. ഞങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് അവൻ ഈ അഡ്മിന്റെ നിർദ്ദേശം അനുസരിച്ച് അവൻ ചെയ്ത പ്രവൃത്തി എന്താ? തൊട്ടടുത്ത വീടുകളിലെ ബാത്റൂം സീനുകളും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും എല്ലാവരെയും അവരറിയാതെ ഫോട്ടോയിൽ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുകുട്ടിയുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം. 15 വയസ്സുകാരൻ അവനിത് തെറ്റാണെന്നും വലിയ അപരാധമാണ് ചെയ്തതെന്നും അവൻ മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിൽ അവൻ ആ അഡ്മിൻ നിർദ്ദേശിച്ചതനുസരിച്ച് ചെയ്യുന്ന പ്രവൃത്തി. അവനെ നന്നായി നമ്മൾ കൗൺസിലിംഗ് ചെയ്തു. അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ മാറ്റി. ആ അഡ്മിനെയും അതിന്റെ മറ്റുള്ളവരെയൊക്കെ നമ്മൾ കൃത്യമായി നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. നമുക്കറിയാം, കുഞ്ഞുകുട്ടികൾക്കെതിരെ ലൈംഗികമായി അട്രോസിറ്റി നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കാതെ തന്നെ നമ്മൾ ഇന്ന് എനിക്കിപ്പോ നല്ലൊരു വെജിറ്റബിൾ കോഫി കുടിക്കാൻ ഏത് കടയുണ്ട് എന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ഉടൻ തന്നെ ഫോൺ നോക്കുമ്പോൾ റീൽസ് ആയിട്ട് നല്ല ഉഗ്രൻ വെജിറ്റബിൾ കടകളുടെ ഡിസ്പ്ലേ ആയിട്ടുള്ള റീൽസുകൾ ഇതൊക്കെ യൂട്യൂബിലൊക്കെ വരും. അങ്ങനെ വന്നിട്ടില്ലേ? നമ്മളൊന്നും പറയാതെ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മുടെ മൊബൈൽ ഡിസ്പ്ലേ ചെയ്യുന്ന കാലഘട്ടം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ കൈകൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും തന്നെ നമ്മുടെ ഗാഡ്ജറ്റുകളുമായി സംസാരിക്കാതെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തയ്ക്കനുസൃതമായി നമ്മുടെ ടെക്നോളജി വളർന്നു വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ നമ്മളിത് അനാവശ്യമായ ഒരു ചിന്ത വരുമ്പോൾ നമ്മളൊരു റീലായിട്ടും ഒക്കെ ഒരു അശ്ലീല വീഡിയോ വന്നെന്നിരിക്കാം.
അങ്ങനെ വന്നിരുന്നല്ല പറയുന്നത്. നമ്മുടെ സാറ് ഇവിടെ ഇരുന്നപ്പോ ക്ലാസ് ബോറടിച്ചപ്പോ മൊബൈൽ എടുത്ത് നോക്കിയപ്പോ ഒരു റീല് വന്നു. അതിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോ അതൊരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയുടെ അശ്ലീല വീഡിയോ ആണ്. ഒരു നിമിഷം പെട്ടെന്ന് നോക്കിയിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്തു. ഈ വിഷയം എവിടെ കിട്ടും? കൗണ്ടർ ചൈൽഡ് സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ സെന്റർ എന്ന് പറയുന്ന അവിടെ അതിന്റെ ലിങ്ക് കിട്ടും. ലിങ്ക് കിട്ടിയിട്ട് അതിന്റെ IP വിലാസം, അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാ? കടക്കാവൂർ. വീട് പേര് രോഹിണി നിവാസ്. കടക്കാവൂർ രോഹിണി നിവാസിൽ അച്ഛന്റെ പേര് ബൈജു, മകൻ സഞ്ജു. കടക്കാവൂർ രോഹിണി നിവാസിൽ ബൈജു, മകൻ സഞ്ജു എന്ന് പറയുന്ന ഒരാളുടെ വിലാസം പോലെ ഈ നമ്മൾ ചെയ്ത URLന്റെ ഒരു IP വിലാസം എവിടെ അയച്ചു കൊടുക്കും? സൈബർ സെല്ലിൽ അയച്ചു കൊടുക്കും. ആരാ? സാറിന്ന് കണ്ട ലിങ്കിന്റെ IP വിലാസം സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുക്കും. 25-ാം തീയതി 12 മണിക്ക് എന്ത് ചെയ്തു? ഏത്? അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? മൊബൈൽ ഫോൺ ഉള്ളവർ കൈവക്കി, അപ്പോ മൊബൈൽ ഫോണിൽ നിങ്ങൾ നമ്മുടെ അഡ്രസ്, ഞാൻ ഇദ്ദേഹത്തിന്റെ അഡ്രസ് എന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഫോണിന്റെ വിലാസം എന്ന് പറയുന്ന ഐഡന്റിറ്റി എന്ന് പറഞ്ഞ എന്താണ്? അറിയാവുന്ന ആരെങ്കിലും ഒരാൾ അയച്ചെന്ന് പറഞ്ഞേ. ഏതാ? IMA അല്ല, IMEI, ഇന്റർനാഷണൽ മൊബൈൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി എന്നാണ് അതിന്റെ പേര്. IMEI ആണ് എന്താണ്? നമ്മുടെ മൊബൈലിന്റെ അഡ്രസ്, മൊബൈലിനെ തിരിച്ചറിയുന്നത്. ഒരു മൊബൈലിന് ഒരു IMEI ഉണ്ട്, 2 SIM ഇട്ട 2 IMEI ഉണ്ട്. അപ്പൊ ഈ വിലാസം തിരിച്ച്, അപ്പൊ ഇന്നിപ്പോ ഈ സാർ ഇവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ മൊബൈൽ അറിയണമെങ്കിൽ എന്ത് വേണം? അദ്ദേഹത്തിന്റെ IMEI വേണം. ഈ IMEI എവിടെ കിട്ടും? ഞാൻ പറഞ്ഞ അവിടെ കിട്ടും. അപ്പൊ നിങ്ങൾ IMEI നിങ്ങൾക്ക് അറിയാമോ? വീട്ടിലല്ലേ അറിയാം. വീട്ടിൽ സൂക്ഷിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. മൊബൈലുള്ളവര് ഒന്ന് ഡയറി പേഡ് ഒന്ന് ഓപ്പൺ ആക്കി, ഡയറി പേഡ് ഓപ്പൺ ആക്കി മൊബൈലുള്ളത് പെട്ടെന്ന് എടുത്തോ. ഡയറി പേഡ് ഓപ്പൺ ആക്കിയോ? *#06 *#06# അടിച്ചോ? എന്ത് കിട്ടി? ഇതേപോലെ എല്ലാവർക്കും IMEI കിട്ടും. മനസ്സിലായല്ലോ? കിട്ടിയോ? IMEI നമ്പർ കിട്ടിയോ? ശരി, ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിന്റെ IMEI നമ്പർ, ഫോൺ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഫോണിലേക്ക് വേണ്ടി അടുത്ത നടപടിയിലേക്ക് പോകാൻ പറ്റും. അപ്പൊ സാറ് ഇവിടെ ഇരുന്ന് ഒരു റീല് വന്നു, ഒരു നിമിഷം നോക്കിയപ്പോ ഒരു വീഡിയോ കണ്ടു. വീഡിയോ കണ്ടപ്പോ അദ്ദേഹത്തെ ആ വീഡിയോയുടെ URLും IMEI നമ്പറും എവിടെ കിട്ടി? സൈലൻസ്. എവിടെ കിട്ടി? കൗണ്ടർ ചൈൽഡ് സെക്സ്വൽ എക്സ്പ്ലോയിറ്റേഷൻ സെന്ററിലേക്ക് കിട്ടി. അപ്പൊ അവരെന്ത് ചെയ്തു? അതിന്റെ IP വിലാസം സൈബർ സെല്ലിലേക്ക് അയച്ചു കൊടുത്തു. അപ്പോ അയച്ചു കൊടുത്ത ഏതൊക്കെ IP വിലാസം, ഈ ലിങ്ക് ഉപയോഗിച്ച NSP പ്രൊവൈഡർ, നെറ്റ് സർവീസ് പ്രൊവൈഡർ, നമുക്കൊരു ഇവിടെ നിന്ന് ഒരു സാധനം ആറ്റിങ്ങിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നടന്നു പോകണം, വാഹനത്തിൽ പോകണം, ഫ്ലൈറ്റിൽ പോകണം, ഒരു ട്രാൻസ്പോർട്ടിംഗ് വേണ്ടി ഒരു നെറ്റ് സർവീസ് പ്രൊവൈഡർ വേണം ഒരു സാധനത്തെ അങ്ങോട്ട് എത്തിക്കാൻ. അത് നമുക്ക് നെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ജിയോ ഉണ്ട്, BSNL ഉണ്ട്, വോഡാഫോൺ ഉണ്ട്, എയർടെൽ ഉണ്ട്, നെറ്റ് സർവീസ് ഉണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു IMEI നമ്പറുണ്ട്. അത് ആ ഫോണാണെന്ന് മനസ്സിലായി. കണ്ട വീഡിയോയുടെ വിലാസം കൊടുത്തു. അത് ഏത് നെറ്റ് സർവീസ് പ്രൊവൈഡർ എന്നുള്ള IP വിലാസവും കൂടെ സൈബർ സെല്ലിൽ കൊടുത്തു. സൈബർ സെല്ലിന് 10 മിനിറ്റ് മതി ഇത് ഏത് നെറ്റ് സർവീസ് ആണെന്ന് കണ്ടുപിടിക്കാൻ. 12 മണിക്ക് കണ്ട വീഡിയോ കണ്ടു. വീഡിയോയുടെ ഡീറ്റെയിൽസ് കൊടുത്തു. IMEI നമ്പർ കൊടുത്തു. IMEI നമ്പർ കൊടുത്താൽ ഏത് ഫോണാണെന്ന്, സാറിന്റെ ഫോൺ ഏതാ? ഏത്? ഓപ്പോയുടെ ഫോണാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് BSNL എന്ന നെറ്റ് സർവീസ് പ്രൊവൈഡറായി. മനസ്സിലായല്ലോ? അപ്പോ ഇത് അടുത്ത് ഇനി ഇത് ആരാണെന്ന് മനസ്സിലാക്കണം. സൈബർ സെല്ലിൽ ഇനി ആരാണെന്ന് മനസ്സിലാക്കണം. സൈബർ സെല്ലിന് കൊടുത്തത് IP വിലാസവും IMEI നമ്പരും, ഇത് വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ പോയി ഒരു കണക്ഷൻ എടുക്കുമ്പോൾ, BSNL ഒരു കണക്ഷൻ എടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? എന്തൊക്കെ കൊടുക്കും? എല്ലാ ഐഡന്റിറ്റിയും എല്ലാം കൊടുക്കും. ഇത് നമ്മുടെ സൈബർ സെല്ല് ഈ IP വിലാസത്തിൽ 12 മണിക്ക് 25/7/2024 12 മണിക്ക് ഉപയോഗിച്ച ഈ IP വിലാസത്തിന്റെ അഡ്രസ് ആരാണ്? ഈ അതിന്റെ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള നമ്മൾ എന്താണോ പൂരിപ്പിച്ച് BSNL കണക്ഷൻ എടുക്കുമ്പോൾ പൂരിപ്പിച്ച ആ ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ ചോദിക്കുമ്പോൾ ഈ സാറിന്റെ
പേരും വിലാസവും അച്ഛന്റെ പേരും ഉൾപ്പെടെ കിട്ടി. അപ്പൊ നിങ്ങൾ ആളെ കിട്ടിയോ? നമ്മൾ രഹസ്യമായിട്ട് ആരും കാണാതെ ഒറ്റയ്ക്ക് രഹസ്യമായിട്ട് ഇവിടെ ഇരുന്ന് ചെയ്ത ഒരു പ്രവൃത്തി നിമിഷം കൊണ്ട് നമുക്കിവിടെ മനസ്സിലായോ? അപ്പോ ഈ കൊച്ചു കുട്ടികളുടെ അശ്ലീല വീഡിയോ കാണുന്നത് IT ആക്ട്, ഞാൻ നേരത്തെ പറഞ്ഞു, IT ആക്ടിലെ ശിക്ഷയുടെ കാലാവധികളെല്ലാം ഞാൻ പറഞ്ഞു. IT ആക്ടിലെ 67B സെക്ഷൻ 67B എന്ന് പറയുന്നത് 5 വർഷവും അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റം. അതെങ്ങനെയാണ്? അത് കണ്ടാൽ മതി, ഒന്ന് ബ്രൗസ് ചെയ്താൽ മതി, പ്രചരിപ്പിച്ചാൽ മതി. ഞാൻ പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റത്തിൽ നിന്ന് മാറില്ല. ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. കണ്ടിട്ട് ഒന്ന് ഡിലീറ്റ് ചെയ്താൽ പോലും 67B എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രാഫി സെക്ഷൻ 67B പ്രകാരം 5 വർഷവും അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന കുറ്റം. അങ്ങനെ ഒരു തരത്തിലുള്ള കുറ്റകൃത്യം ചെയ്ത ഒരാളെ നമ്മുടെ പോലീസ് കൃത്യമായ പ്രൊസീജിയർ കീപ്പ് ചെയ്ത് റിമാൻഡ് അപേക്ഷ സഹിതം കോടതിയിൽ ഹാജരാക്കിയ മജിസ്ട്രേറ്റിന് പോലും ജാമ്യം കൊടുക്കാൻ കഴിയില്ല, പ്രൊസീജിയർ കറക്റ്റ് ആയിരുന്നാൽ. മനസ്സിലായോ? അപ്പോ അങ്ങനത്തെ ഒരു കുറ്റകൃത്യമാണ് കൊച്ചുകുട്ടികളുടെ അശ്ലീല വീഡിയോകൾ കാണുന്നതിലുള്ള കുറ്റകൃത്യം. എന്റെ അനുഭവത്തിൽ പറയാം, 2000 ഇതിപ്പോ ഇങ്ങനത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽസ് എടുത്ത് പോലീസ് അവിടെ രാവിലെ വന്ന് നമ്മളറിയില്ല, രഹസ്യമായിട്ട് രാത്രി കാണുന്ന ഒരു ഫോണും ഒക്കെ ചെയ്ത് റിമാൻഡ് ചെയ്ത് അയക്കും. അങ്ങനെ എല്ലാ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കും, വ്യക്തികൾ ഉൾപ്പെടെ കുട്ടികളുടെ അശ്ലീല വീഡിയോ കണ്ട ഇലക്ട്രോണിക് സാധനങ്ങൾ പിടിച്ചെടുത്ത് റിമാൻഡ് ചെയ്തു എന്നൊക്കെ അടുത്ത പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു സംഭവം എന്റെ അനുഭവത്തിൽ ഞാൻ ഉൾപ്പെടെ ഒരു സ്ഥലത്ത് പോയി, ഇതേപോലെ അശ്ലീല വീഡിയോ കണ്ട ഒരു സ്ഥലത്ത് പോയി. രാവിലെ അവിടെ പോയി ബെല്ലടിച്ചപ്പോ ഒരു കൊച്ചു പയ്യൻ വന്ന് ഡോർ തുറന്നു. അവിടുത്തെ സ്റ്റേഷനിലെ CAയും കുറെ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടാണ് പോകുന്നത്. കയ്യിൽ എന്തൊക്കെയുണ്ട്? ഈ ആള് കണ്ട വീഡിയോ, മൊബൈൽ ഫോണിന്റെ ഡീറ്റെയിൽസ്, അഡ്രസ് എല്ലാം ആയിട്ട് രഹസ്യമായിട്ട് പോയാണ്. എന്തായാലും ചെയ്ത കുറ്റം 5 വർഷവും അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ജയിലിൽ കൊലപാളിയും വ്യഭിചാരിയും മോഷ്ടാവും ഒക്കെ കിടക്കുന്നിടത്ത് കൂടെ കിടക്കാൻ പരുവത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്ത ഒരു വിഷയവുമായിട്ട് CAയും നമ്മളെല്ലാവരും കൂടെ ഒരു പോലീസ് ടീം രാവിലെ സംസ്ഥാന വ്യാപകമായ റെയ്ഡ് മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം പോവുകയാണ്. ഇത് സംസ്ഥാനം മൊത്തമുള്ളതാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള പീകണ്ട്. അവിടെ ഓപ്പറേഷൻ പീകണ്ട് എന്നാ പറയുന്നത്. ഞങ്ങൾ അവിടെ പോയി ബെല്ലടിച്ചു. ഒരു കുഞ്ഞുകുട്ടി അത് കടുവോ പേര് ചോദിച്ചു. ഒരു പേര് ചോദിച്ചപ്പോൾ അതിന്റെ ചേട്ടനാണെന്ന് പറയുന്നു. ചേട്ടന് 22 വയസ്സുണ്ട്. അകത്തോട്ട് കയറി ഞങ്ങൾ നോക്കിയപ്പോ ഈ ചേട്ടനും അച്ഛനും ഈ കുട്ടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ ആദ്യം നിന്നാണ് ബെല്ലടി വന്നപ്പോൾ ഒന്ന് തുറന്നത്. ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഈ അച്ഛൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളാണ്. ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പളിനവർ ഉപരി ഒരു നാട്ടിലെ നല്ല കുട്ടികളെ വാർത്തെടുക്കുന്ന, നല്ല പ്രവൃത്തികൾ നൽകുന്ന, കുട്ടികൾക്ക് നന്മ മാത്രം ചെയ്യുന്ന, സമൂഹത്തിന് നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന, വായനശാല പ്രസ്ഥാനമായി നന്നായി പ്രവർത്തിക്കുന്ന ഒരു നല്ല അധ്യാപകൻ, നല്ലൊരു സാമൂഹ്യ പരിഷ്കർത്താവ് ആയ അച്ഛന്റെ 22 വയസ്സായ MTech പഠിക്കുന്ന മകനാണ് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവന്റെ സ്വകാര്യ സ്പേസിൽ വീട്ടിൽ എങ്ങനെ ഒരു നിമിഷം ഒരു അശ്ലീല വീഡിയോ കണ്ടത്. നമ്മൾ നിയമത്തിൽ എന്ത് ചെയ്യും? 67B എന്ന് പറയുന്ന 5 വർഷവും അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ പാർക്കുന്ന ജയിലിൽ കിടക്കാൻ ഡീറ്റെയിൽസുമായിട്ട് പോലീസ് നിൽക്കുന്നത്. അവിടെ ചെന്ന് അവരോട് ചോദിച്ചു, ഈ ഇത്രാം തീയതി ഇന്ന വീഡിയോ കണ്ടോ? സ്വാഭാവികമായിട്ടെന്ന് പറയും. ആരെ കൂടെ നിൽക്കുന്ന ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, നല്ല പ്രവൃത്തികളിൽ നിൽക്കുന്ന ഒരു അധ്യാപകൻ, നല്ല പച്ചയായ മനുഷ്യൻ. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ പറയോ? കണ്ടെന്ന് പറയോ? കണ്ടില്ല. കാര്യം എന്താ? നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നമ്മുടെ കണ്ണിൽ നിന്ന് മാത്രമേ ഈ കണ്ടന്റ് പോവുകയുള്ളൂ. സൈബർ പോലീസ് നമ്മൾ എന്ത് ചെയ്തു? അത് എടുത്ത് റിട്രീവ് ചെയ്ത് കൊടുത്തു. ഇത് ഏതാണ്, എന്റെ സ്റ്റോറേജ് സ്പേസിൽ എവിടെയാണ് സേവ് ചെയ്തിരിക്കുന്നതൊക്കെ ഡീറ്റെയിൽസ് പാത്തെടുത്ത് കാണിച്ചു കൊടുത്തു. ഈ വീഡിയോ ആണോ കണ്ടതെന്ന് ചോദിച്ചു. അപ്പോഴൊന്ന് പതറി. ഫോൺ ഇരിക്കുന്നത് ഇന്ന ഫോണാണെന്ന് ചോദിച്ചു. IME നമ്പർ ഇതാണെന്ന് ചോദിച്ചു. അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞു, *#06# അടിക്കാൻ പറഞ്ഞു. അപ്പൊ അയാളെ ഫോണിൽ കണ്ട IMEI നമ്പരും ഇവിടെ നിന്ന് കൊണ്ട് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന IME നമ്പരും ഒന്ന്. അപ്പൊ ഫോൺ ഒന്നായോ? അപ്പോ നിങ്ങളുടെ നെറ്റ് എന്ന് പറയുന്നത് ഇന്നതാണോ എന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഈ വീഡിയോ കണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം ഇല്ലാന്ന് പറഞ്ഞു. കാര്യം എന്താ? ഡിലീറ്റ് ചെയ്തു.
അത് ഞങ്ങൾ സൈബർ ഫോറൻസിക് റിട്രീവ് ചെയ്ത് കൊടുത്തു. അയാളെ ഫോണിൽ ഈ സെയിം വീഡിയോ ഉണ്ട്. മനസ്സിലായ? ഒരു നിമിഷം കണ്ടിട്ട് ഡിലീറ്റ് ചെയ്തു. പ്രചരിപ്പിക്കണ്ട, നമുക്ക് കാശിന് വേണ്ടി വിൽക്കണ്ട. ഒന്ന് ബ്രൗസ് ചെയ്താൽ മതി, ഒന്ന് കണ്ടാൽ മതി. നമ്മൾ ഏത് കുറ്റത്തിലെ കുറ്റവാളിയാവും? IT ആക്ടിലെ 67B എന്ന് പറയുന്ന 5 വർഷം അതിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യത്തിലേക്ക് നമ്മൾ ചെന്നുപെടും. ഇന്ന് പോയി വീട്ടിൽ പോയി ഇതേപോലത്തെ പ്രവൃത്തി ചെയ്താൽ നമ്മളെ എപ്പോഴും ഉപദേശിക്കും, എപ്പോഴും ഒരു സ്വൈരം തരാത്ത അച്ഛനും നമുക്ക് എന്ത് ചെയ്യാം? പറ്റിയ അവസ്ഥ മനസ്സിലായേ? ഇതിലൂടെ നമുക്ക് ഗുണം പിടിക്കുമോ? എന്തെല്ലാം പ്രതീക്ഷയോടുകൂടി നമ്മൾ വളർത്തിയ അച്ഛനും അമ്മയും ഒരു കുറ്റകൃത്യത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു മേഖലയാണ് സൈബർ മേഖല എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിന്റെ വ്യാപ്തിയും വിശാലതയും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. കുറ്റകൃത്യത്തിൽ ഇപ്പോൾ തന്നെ ഈ സോഷ്യൽ മീഡിയ കാളുകൾ, പിന്നെ വീഡിയോ കാളുകളിലൂടെയൊക്കെ ലഹരിയുടെ വ്യാപനം, ഒരുവിപ്പ് നമ്മുടെ കുട്ടികളുടെ പെൺകുട്ടികളുടെ ആൺകുട്ടികൾ ഒരേപോലെ ഈ പ്രവർത്തികളിലേക്ക് പോകും. അത് കരുതുന്ന ഏതൊരു പദാർത്ഥം ലഹരി പദാർത്ഥം എന്ന് പറയും. മൊബൈലാണ് നമുക്ക് കണ്ണിനും കാതിനും സന്തോഷം തരുന്നെങ്കിൽ മൊബൈൽ ഒരു ലഹരി പദാർത്ഥമാണ്. ഡ്രഗ്സ് ആണെങ്കിൽ അതൊരു ലഹരി പദാർത്ഥമാണ്. നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾ സിന്തറ്റിക് ഡ്രഗ്സ് MDMA, അതായത് MDMAയുടെ ആവിർഭാവം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കല്ലും MDMA കൊണ്ടെന്ന് പറയുന്ന ഈ സാധനം, ഇത് നമ്മുടെ തലച്ചോറിൽ കൈക്കൊണ്ടിടാം. 25 വയസ്സ് ആകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾ വീട്ടിൽ പോയി യൂട്യൂബില് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് നോക്കണം. ഫ്രീ ഫ്രോണ്ടൽ ലോബ്സ് എന്ന് പറയുന്ന തലച്ചോറിലെ ഏറ്റവും ചെറിയ നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരു ചെറിയൊരു പോർഷനുണ്ട്. 25 വയസ്സിലാകുമ്പോഴാണ് ഈ ഫ്രീ ഫ്രോണ്ടൽ ലോബ്സ്, സാറിനൊക്കെ അറിയാം, ഇത് പരുവത്തിലെത്തുന്നത്. ഇവിടെയാണ് മനുഷ്യനാണെന്ന്, നമ്മുടെ സഹോദരിയാണെന്ന്, ഇതെന്റെ അച്ഛനാണ്, അമ്മയാണ്, സമൂഹത്തിൽ ഞാൻ ഇങ്ങനെ പെരുമാറണമെന്ന് മനുഷ്യന്റെ മനുഷ്യഗുണത്തെ ഉണ്ടാക്കുന്ന ഈ സാധനത്തെയാണ് ഇത് നിയന്ത്രിക്കുന്നത്, ഈ ലഹരി. ഈ സിന്തറ്റിക് ഡ്രഗ്സ് 12 മണിക്കൂർ അത് വളരെ വളരെ നന്നായി പ്രസിപ്പിച്ച് നിൽക്കും. അടുത്ത് 12 മണിക്കൂർ ആകുമ്പോൾ അതിന്റെ നീട് താഴ്ന്ന് സീറോയിലേക്ക് എത്തും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വളരെ ഭ്രാന്താവും. ഈ 12 മണിക്ക് നിൽക്കുമ്പോൾ നന്നായി പഠിക്കും, നന്നായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ മാത്രം ഈ കുതിരയ്ക്ക് കണ്ണുകെട്ടി വിടുന്നത് പോലെ ഡൈവടിക്കും, ജബരി കയറും, വനിതകൾ പുരുഷന്മാരെ ആകർഷിക്കും, പുരുഷന്മാർ വനിതകൾ ആകർഷിക്കും, ഹീറോയാവും, വണ്ടി നന്നായി ഓട്ടിച്ച് 100 കിലോമീറ്റർ പോകും. ഇവ മനസ്സിലാക്കുന്നുണ്ടോ? 50 രൂപയുടെ ഒരു നെട്ടിലും ബോട്ടിലുമാണ് ഈ വാഹനത്തിന്റെ ബൈക്കിന്റെ വീലുകൾ ഘടിപ്പിച്ചിരിക്കുന്നതെന്നും റോഡിൽ ഒരു മുട്ടയുടെ അല്ലെങ്കിൽ ഒരു ഗ്രീസ് കിടന്നാൽ അത് കറക്കി അന്യന്റെ മണ്ടയും എന്റെ ശരീരവും നഷ്ടപ്പെട്ട് ഞാൻ ഭ്രാന്തനായി പോകും, തലച്ചോറും തകർന്ന് നട്ടലും തകർന്ന് ജീവശവമായി ജീവിക്കുമെന്ന് ഈ ഡോപ്പോമിൻ 12 മണിക്കൂർ ത്രസിപ്പിച്ച് നിൽക്കുന്ന MDMA ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, ആ സമയത്ത് മനസ്സിലാക്കില്ല. ഇത് പതുക്കെ താഴ്ന്ന് സീറോയിലേക്ക് എത്തുമ്പോ എന്ത് ചെയ്യും? ഇത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അമ്മയുടെ പണം മോട്ടിക്കും, അച്ഛനെ കൊല്ലും, സഹോദരിയെ കൊല്ലും, ആസിറ്റേറിയും. അതായത് അവന്റെ ഭ്രാന്തായി മാറും. ഈ ഏറ്റവും വലിയ മാനസികമായ സംഘർഷത്തിലേക്ക് എത്തുന്ന ഈ കാഴ്ചയിൽ നിന്ന് നമ്മൾ മാറേണ്ടതാണ്. ഇത് ഏറ്റവും കൂടി ഈ സൈബർ ലോകത്ത് ഇതിന്റെ വ്യാപനങ്ങളും വിപണനവും നന്നായി നിയന്ത്രിക്കുന്ന ഒരു മേഖലയായി സൈബർ ലോകത്തെ മാറിയിട്ടുണ്ട്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് തൊപ്പിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒന്ന് കൈവക്കി. തൊപ്പിക്കാരനെ കുറിച്ച് അറിയാന്നുള്ളത് അത് കൈവക്കി. എല്ലാവർക്കും അറിയാം. കൈ മടക്കണ്ട. നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ അത് അറിയില്ല. തൊപ്പിക്കാരൻ ആരാ? തൊപ്പിക്കാരന്റെ യഥാർത്ഥ പേരെന്താ? നിഹാദ്. അതായത് കോഴിക്കോട് ഒരു ഷോപ്പ് ഉദ്ഘാടനത്തിന് വന്നപ്പോ അവിടെ ഒരു രാവിലെ 7 മണിക്ക് ഒരു അഭൂതപൂർവമായ ഒരു ജനക്കൂട്ടം. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ഇൻഫർമേഷൻ അറിയാതെ പെട്ടെന്ന് നോക്കിയപ്പോൾ ജനക്കൂട്ടം ട്രാഫിക് ബ്ലോക്കാണ് രാവിലെ 7 മണിക്ക്. അപ്പോ അവിടെ നോക്കിയപ്പോഴാണ് ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത് എല്ലാം 13 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. സ്കൂളിലുള്ള 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ടങ്ങ് കോഴിക്കോട് ഫുള്ള് ജനം ആയി. അപ്പോൾ ആദ്യം നോക്കിയപ്പോൾ തൊപ്പിക്കാരൻ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ വരുന്നവനെ കാണാൻ വന്നതാണ്. ഈ തൊപ്പിക്കാരൻ ഇൻഫ്ലുവൻസറാണ്, യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് പറയാം. സാറ് എന്നെ ഇന്നലെ വഴക്ക് പറഞ്ഞു,
സാറിന് പോപ്പറ അവിടെ പോപ്പറ അവൻ ആരെ നീ ഞാനുണ്ട് എന്ന് പറയുന്ന ഒരു ആ ടൈപ്പ് സംസാരങ്ങൾക്ക് വെല്ലുവിളിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന, സ്ത്രീകളുടെ ശരീരത്തെ മോശമായി വർണ്ണിപ്പിക്കുന്ന, പുരുഷന്മാരെ വർണ്ണിക്കുന്ന, ഏതിനെയും സമൂഹത്തെ നിയമത്തെ വെല്ലുവിളിക്കുന്ന യൂട്യൂബ് ഇൻഫ്ലുവൻസ്. ആരെ ഇൻഫ്ലുവൻസ് ചെയ്ത് 13 വയസ്സിന് താഴെയായ കുട്ടികൾ. അപ്പോ കുട്ടികൾ വീട്ടിൽ വന്ന് അച്ഛൻ മക്കളെ കാണുന്നത് എന്നെ പറയുന്ന നിങ്ങൾ പോകുന്ന പറഞ്ഞ് ഇവൻ പറയുന്ന വാക്കുകൾ പറയാൻ പോയി. ഈ അധ്യാപക രക്ഷാകർത്താക്കൾ വീട്ടിൽ സാറിന്റെ എന്ന് പറയുമ്പോൾ സാറ് പറയുമ്പോൾ അതെ അവൻ എന്നെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളെ മാത്രമല്ല എന്നെ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഈ ഇൻഫ്ലുവൻസർ ഈ തുപ്പിക്കാരിൽ നിന്നുള്ള ഇൻഫ്ലുവൻസറാണ്. അപ്പൊ അവനെ അറസ്റ്റ് ചെയ്തു, എല്ലാം കാര്യം ചെയ്തു. അപ്പോ ഇവിടെ രണ്ടാമത്തെ വിഷയമാണ് ഈ നിഹാദിനെ കുറിച്ച് തിരക്കിയപ്പോ നിഹാദിന് ഒരു വലിയ ഒരു ബാല്യമുണ്ടായിരുന്നു. നിഹാദ് ഒരു യാഥാസ്ഥിത മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണ്. അവന് കുഞ്ഞുനാൾ മുതൽ നന്നായി പഠിക്കണം, നന്നായി കളിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി കൂട്ടായുള്ള കുട്ടികളോട് കളിക്കാൻ പോയപ്പോൾ വീട്ടിൽ അതൊക്കെ തടസ്സം നിന്ന ഒരു ചുറ്റുപാടിൽ ജനിച്ചു വളർന്നവനാണ് നിഹാദ്. അമിതമായി കളിക്കാനുള്ള വാഞ്ച കാരണം ഒരു കടയിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു കളിക്കാനുള്ള ഒരു ബാറ്റോ ബാളോ മോഷ്ടിച്ചു. ആരും അറിയാതെ മോഷ്ടിച്ചു. ആ കട ഉടമ അവനെ എന്ത് ചെയ്തു, പിടിച്ച് കെട്ടി വെച്ചു, ആൾക്കാരെ കൂട്ടി. ഈ കാഴ്ച ആര് കണ്ടുകൊണ്ടുവന്നു? അവന്റെ അമ്മ കണ്ടുകൊണ്ടുവന്നു. ആ കുഞ്ഞു നിഹാദിന്റെ മനസ്സ് വേദനിച്ചു. അന്ന് അവൻ വീട്ടിൽ വന്ന അന്ന് മുതൽ അവന്റെ ബാപ്പ അവനോട് മിണ്ടില്ല. വീട്ടിൽ അവനൊരു ഏകാന്തതയും ഒറ്റപ്പെട്ടതുമായ ഒരു കാലഘട്ടത്തിലേക്ക് പോയി. അപ്പോ നമ്മുടെ വീടിൽ നിന്ന്, നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുറച്ച് രക്ഷകർത്താക്കളുണ്ട്, നമ്മുടെ കുട്ടികളുടെ കൗമാരപ്രായം നമുക്കറിയാം, ജീവശാസ്ത്രപരമായ മാറ്റം, ബയോളജിക്കൽ ചേഞ്ച്, അവരുടെ വികാരങ്ങളും ഒക്കെ മാറ്റം വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ കൗമാരപ്രായം എന്ന് പറയുന്നത്. അതാണ് അവരെ കുട്ടി എന്ന് പറയുന്നത്. അപക്വമായ മനസ്സ്, എന്തും ഏതും എടുത്തു ചാടുന്ന, ഇപ്പോൾ ഉപദേശം കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, അച്ഛനും അമ്മയും ഉപദേശിക്കുന്നവരെ ശത്രുവായി കാണുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവരെ മനസ്സിലാക്കി അവരോടൊപ്പം നമ്മുടെ രക്ഷകർത്താവുന്നില്ല. അങ്ങനെ അവൻ ഈ സമൂഹത്തോടും അവന്റെ രക്ഷകർത്താക്കളോടും വെല്ലുവിളിച്ച് അവനൊരു യൂട്യൂബ് ഇൻഫ്ലുവൻസറായി. അവൻ ഈ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവനെ ഈ സമൂഹത്തെ ചോദ്യം ചെയ്യാനുള്ള കണ്ടൻസുകൾ ഇട്ടുകൊടുത്തു. അതിലെന്ത് ചെയ്തു? നമ്മുടെ ഈ പാവപ്പെട്ട കുഞ്ഞു ബാല്യം ആകർഷിക്കപ്പെട്ടു. വേറൊരു താടിക്കാരനുണ്ട്, കഞ്ചാവ് കോട്ടയം, കഞ്ചാവ് ആരോഗ്യമൊക്കെ നല്ലതാണ്, വലിക്കൂ എന്നൊക്കെ പറയുന്നൊക്കെ എത്ര പേർക്ക് അറിയാം? കൈവക്കി താടിക്കാരനെ അറിയാം? അറിയില്ല. ബാക്ക്ഗ്രൗണ്ട് നോക്കിയ കൈവക്കിയിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ മാറ്റമുണ്ട്. ഇവരെയാണ് നമ്മൾ ഉപദേശിക്കാൻ, നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ പോകുന്നത്. മനസ്സിലാവും, നമ്മുടെ സമൂഹത്തിന്റെ മാറ്റമാണ്. നമ്മുടെ രക്ഷകർത്താക്കൾ അറിയില്ല. താടിക്കാരൻ എന്ന് പറയുന്നത് എന്തെന്നറിയോ? അവനൊരു ഹീറോയിസമാണ്. കഞ്ചാവ് എന്ന് പറയുന്നതിന്റെ ക്വാളിറ്റിയും ലഹരിയുടെ ക്വാളിറ്റിയൊക്കെ യൂട്യൂബിൽ രഹസ്യമായിട്ട് എടുത്തിട്ടിട്ട് ഞാൻ ഇന്നലെ ഇത്ര അടിച്ചു, പവർ വന്നു, ഇത്ര പോയിന്റ് അടിച്ചു, സ്കോറുണ്ട്, എനിക്ക് മറ്റൊരാളുണ്ട്, എനിക്ക് വാക്കുകളാണ് ഞാൻ പറയുന്ന ടെർമിനോളജികളാണ്. NTPSന്റെ ടെർമിനോളജിയാണ്. പവർ എന്ന് പറഞ്ഞാൽ പവർ അടിക്കാൻ സ്കോർ, പോസ്റ്റ്, സോഹം, ഇതൊക്കെ നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കുമ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമുണ്ട്. വാക്കുകൾ, പവർ, ശോകം, പോസ്റ്റ്, എല്ലാവരും നിശബ്ദ. സ്കോർ, പവർ, പോസ്റ്റ്, ഇങ്ങനെ ധാരാളം കുറെ വാക്കുകളുണ്ട്. നമ്മള് ദിവസം അനലൈസ് ചെയ്യുന്ന വിഷയങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിലെ കുട്ടികൾ തെറ്റായ വാക്കുകളില്ല, നിയമപരമായിട്ട് ഇത് തെറ്റുമില്ല, അവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വീട്ടിലെ നമ്മളെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം നമ്മുടെ കുട്ടിയുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ കുട്ടിയുടെ 5 കൂട്ടുകാരെ നമ്മൾ മനസ്സിലാക്കണം. ഒരു തത്വമാണ്. അപ്പോ ഇങ്ങനെ ഈ ലഹരിയുമായി വിട്ട് നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നാം എന്ത് ചെയ്യുന്നത്? നാം ജീവിച്ചിരിക്കുന്നത്, നമ്മൾ പോകുന്നത്. നമ്മുടെ പുതിയ 2 ഗ്യാപ്പാണ്, ജനറേഷൻ ഗ്യാപ്പ്. നമ്മുടെ കുട്ടിയെ ശാസിക്കാൻ അവർക്കറിയില്ല. എന്തുവാണ് മൊബൈലിൽ നമുക്ക് എന്ത് ഐഡിയ ഒളിച്ചു വെക്കാം. അമ്മ വീട്ടിൽ രക്ഷാകത്തോടെ എന്റെ കുട്ടിക്ക് എല്ലാം അറിയാം, എല്ലാം മൊബൈൽ എനിക്കറിയില്ല. ആരാ പറയുന്നത്? നന്നായി ക്വാളിഫൈഡായ, നന്നായി പ്രൊഫഷൻ ചെയ്യുന്ന ഒരു കുട്ടിയെ ഒരു രക്ഷകർത്താവാണ് പറയുന്നത്, എന്റെ മോളെ കൊടുത്താൽ മതി, എന്റെ മോനെ കൊടുത്താൽ മതി, എല്ലാം ചെയ്യാം. ഈ കുട്ടിക്ക് എന്താ മെസ്സേജ് കൊടുക്കുന്നത്? ഞാൻ എന്ത് ചെയ്താലും എന്റെ അമ്മ അറിയില്ല, അച്ഛൻ അറിയില്ല, നമുക്ക് എന്ത് വിധത്തിൽ ചെയ്യാം. ഇവരുടെ ഈ ലോകം ഗ്ലോബൽ ഏരിയയാണ് സൈബർ.
ഈ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ഒരു കുറ്റകൃത്യം ചെയ്യാൻ കഴിയും സൈബർ മേഖലയിൽ.